ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയാൻ കാരണം, അതായത് നമ്മുടെ ഫസ്റ്റ് വീക്കിൽ ഔട്ട് ആയപ്പോൾ രഞ്ജിത്ത് മുൻഷി എന്നുള്ള കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ബിഗ് ബോസ് ഒരിക്കലും നമുക്ക് ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾ ഇന്ന ആളോട് വഴക്കിടൂ, ഇന്ന ആളോട് അടികൂടൂ, എന്നിട്ട് ഇന്നത് പറയൂ എന്നൊന്നും പറഞ്ഞ് അവർ കയ്യിലായിട്ട് തരില്ല. പക്ഷെ ആ ഒരു ഷോ ആര് വില്ലനാവണം, ആര് ഹീറോ ആവണം, ഏത് ഗതിയിലോട്ട് പോവണം, ആര് തമ്മിൽ അടിയുണ്ടാക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അതിന്റെ പിന്നിലുള്ള ക്രൂ മെമ്പേഴ്സ്, അതിന്റെ ഒരു വലിയ ടീം ഉണ്ടായിരിക്കും, ഷോ ഡയറക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. സോ അവർക്കത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു വലിയ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഹീന ഖാൻ. അവർ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ വെൽ എഡിറ്റഡ് ആണെന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം നമ്മൾ എന്ത് കാണണം, ആരെ കാണണം, എത്ര സമയം കാണണം, ആര് ചെയ്തത് എന്തൊക്കെ നമ്മൾ കാണണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇതിന്റെ പുറകിലുള്ള വലിയൊരു ടീമാണ്. സോ നമ്മൾ ഈ ഒരു കാണുന്ന ഫൂട്ടേജ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇവരെയൊക്കെ ജഡ്ജ് ചെയ്യുന്നതും അതിനനുസരിച്ച് നമ്മൾ പറയുന്നതും. സോ നമ്മളെല്ലാവരും നമുക്കതേ നിവൃത്തിയുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അതിലൊരാളോട് നമുക്ക് ദേഷ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് മാത്രം കരുതി അത് കൂടുതൽ ആയിട്ട് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാതിരിക്കുക. കാരണം ഇതൊക്കെ പ്ലാൻഡ് ആണ് അവരുടെ. അപ്പോൾ നമ്മൾ ഒരു വിഷയം നമ്മളിപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൻ്റെയും ഫുൾ പിക്ചർ നമ്മളെടുത്ത് എത്തണമെന്നില്ല. സോ നമ്മൾ അതിലുള്ള ഏതൊരു കണ്ടസ്റ്റന്റിനോട് നമുക്ക് ദേഷ്യം തോന്നിയാലും അത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ അവർ ആ ഒരു ഗെയിമറായിട്ട് മാത്രം കണ്ട് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു അഭിപ്രായത്തിൽ പറയാനായിട്ടുള്ളത്? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. താങ്ക് യു.